1924 വെള്ളപ്പൊക്കത്തിന് ശേഷമായിരുന്നു പഴയ ആലുവ-മൂന്നാർ രാജപാതയിലൂടെയുള്ള യാത്ര തടസ്സപ്പെട്ടത്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് കരിന്തിരിമലയിൽ ഉരുൾപൊട്ടലുണ്ടാവുകയും റോഡിൻ്റെ ചില ഭാഗങ്ങൾ യാത്ര സാധ്യമല്ലാത്ത വിധം തകരുകയും ചെയ്തു. പ്രളയാനന്തരം അടിമാലി വഴി ആലുവയെയും മൂന്നാറിനെയും ബന്ധിപ്പിച്ച് പുതിയ റോഡ് നിർമ്മിച്ചതോടെ രാജപാത ഉപേക്ഷിക്കപ്പെട്ട് കാലക്രമേണ വനം വകുപ്പിൻ്റെ അധീനതയിലായി. യാത്ര തടയപ്പെട്ടു. എന്നാൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള റോഡിൽ വനം വകുപ്പിന് യാതൊരു അധികാരവുമില്ലെന്ന് റോഡിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വാദിക്കുന്നവർ പറയുന്നു. റോഡ് തുറന്നാൽ യാത്രാ സൗകര്യം വർദ്ധിക്കുന്നതോടൊപ്പം ടൂറിസം, കാർഷിക, വാണിജ്യ മേഖലകളിലും പുരോഗതിക്ക് കാരണമാകുമെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ ആദിവാസി കുടിയിൽ നിന്നും മാങ്കുളത്തെ നിവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുറം ലോകത്തേക്ക് കടന്നു ചെല്ലണമെങ്കിൽ കോതമംഗലത്തിന് ഉദാഹരണം പറഞ്ഞാൽ മാങ്കുളത്ത് നിന്ന് കോതമംഗലത്തിന് 40 കിലോമീറ്ററിന് ചെന്നെത്താമെന്ന് ഇരിക്കെ 80-90 കിലോമീറ്ററുകളോളം ഇപ്പം സഞ്ചരിച്ചാണ് ആളുകൾ ചെന്നുകൊണ്ടിരിക്കുക. പുതിയ ഗവൺമെൻറ്റിന് ചെയ്യാവുന്നത് വഴികളെ പുനരുദ്ധരിപ്പിക്കുക, അതോടൊപ്പം തന്നെ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. വനം വകുപ്പിന് അത് വന്യമൃഗങ്ങൾക്ക് ശല്യമാകുന്നുവെങ്കിൽ അവർ വന്യമൃഗങ്ങളെ വനത്തിന് പുറത്തേക്ക് വരാത്ത രീതിയിൽ അവയ്ക്ക് ആഹാര സാധനങ്ങൾ ഉണ്ടാക്കാവുന്ന പദ്ധതികൾ അവരുണ്ടാക്കേണ്ടിയിരിക്കുന്നു. അത് വിഭാവനം ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ നാട്ടിൽ ജനങ്ങൾ ജീവിക്കുവാനായിട്ട്, ടൂറിസം വളരുവാനായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ഈ പാത അതിന് വലിയ മുതൽക്കൂട്ടാകുമെന്നതിൽ എനിക്കൊരു സംശയം. കോതമംഗലത്ത് നിന്ന് അടിമാലി വഴി മൂന്നാറിലേക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന റോഡിൻ്റെ ദൂരം 80 കിലോമീറ്ററാണ്. എന്നാൽ പഴയ ആലുവ-മൂന്നാർ പാതയിലൂടെ 60 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ മൂന്നാറിലെത്താം. 20 കിലോമീറ്റർ ദൂരം യാത്രയ്ക്കായി ലാഭിക്കാം. കുട്ടമ്പുഴ, പൂയംകുട്ടി, കുറത്തി, പെരുമ്പൻകുത്ത് എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ചാണ് റോഡ് മൂന്നാറിലെത്തുന്നത്. പൂയംകുട്ടിയിൽ നിന്നും പെരുമ്പൻകുത്ത് വരെയുള്ള 27 കിലോമീറ്റർ റോഡാണ് വനമേഖലയിലൂടെ കടന്നു പോകുന്നത്. നിലവിൽ പെരുമ്പൻകുത്തിൽ നിന്നും കുറത്തിയിലേക്കുള്ള റോഡ് മാങ്കുളം ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ട് നവീകരിച്ചിട്ടുണ്ട്. വനംവകുപ്പിൻ്റെ തടസ്സവാദങ്ങൾ നീങ്ങുകയും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുകയും ചെയ്താൽ രാജപാത ഇടുക്കിയുടെ വികസനത്തിന് പഴമ പേറുന്ന പുതുവഴിയാകും. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളും ജനപ്രതിനിധികളും ശക്തമായ ഇടപെടലുകൾ നടത്തണമെന്നാണ് റോഡിനായി വാദിക്കുന്നവരുടെ ആവശ്യം. കേരള 1 മലയാളം, ഇടുക്കി.